മാളുവിൻ്റെ കല്യാണം ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാനും മാളും സത്യം പറഞ്ഞാൽ 11 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. കുഞ്ഞിലെ തൊട്ട് തുടങ്ങിയ ഞങ്ങളുടെ ബന്ധം. അവളെ എനിക്കറിയാവുന്ന പോലെ വേറൊരു ഫ്രണ്ട്സിന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അവളുടെ എല്ലാ കാര്യങ്ങളും വന്ന് പറയുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് അവളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ അവളുടെ ഡ്രീം ആണ് ഇന്നത്തെ ദിവസം. ഡാൻസ് കളിക്കും. ആര്? ഇവള് കളിക്കും. ഞാൻ കളിക്കില്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഞങ്ങള് ഫുൾ ടൈം അടിയാ, എപ്പോഴും അടിയാ. ഈ ബോയ്സും അടി ഉണ്ടാക്കണേക്കാളും കൂടുതൽ ഞങ്ങൾ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കും. ഇന്ന് രാവിലെ മേക്കപ്പ് ചെയ്യാൻ പോയപ്പോഴും അടിയായിരുന്നു. ആ അടിയല്ലാണ്ട് ഞങ്ങള് അടിച്ചു തീർക്കും. അടിയല്ല. പക്ഷെ ഇപ്പൊ ഞങ്ങള് ഭയങ്കര ഒരു ബോണ്ടുണ്ട്. നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആദ്യം ഞാൻ ചെറുതായിരുന്നപ്പോൾ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. കസിനല്ല, റിലേറ്റീവാ. പിന്നെ നമ്മൾ റിലേഷൻഷിപ്പിലാവുന്നൊന്നും കരുതിയതല്ല. പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ഭയങ്കര കമ്പനിയായി. അതുവരെ സംസാരിക്കില്ല. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ വർഷം. ഒരു വർഷം കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറില്ല, അതിന് മുമ്പത്തെ ഡിസംബറിൽ. പിന്നെ ഡയറക്റ്റ് വീട്ടിൽ സംസാരിക്കായിരുന്നു. നമ്മൾ തമ്മിലുള്ളൊരിതായിരുന്നില്ല. നേരെ വീട്ടിൽ സംസാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. പെട്ടെന്ന് ഉറപ്പിച്ചു. പെട്ടെന്നായിരുന്നല്ല, 1 ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഹാപ്പി സെറ്റാണ്. ഭയങ്കര അടിപൊളിയാണ്. സമാധാനമുണ്ട്. ലൈക്ക് ഞാൻ ഡാൻസ് ഈ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് ഭയങ്കര ആവശ്യം. അത് ഭയങ്കര സമാധാനമുണ്ട്. എനിക്ക് വേറെ ഒന്നിനും പേടിക്കാതെ എനിക്ക് ഞാനായിട്ട് ഹാപ്പി. അത് ഭയങ്കര ചൈൽഡിഷ് ആണ്. പക്ഷെ നിൽക്കേണ്ട സ്ഥലത്തൊക്കെ നല്ല മെച്യൂർഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ അടുത്ത് മാത്രം ഞാൻ ചൈൽഡിഷ് ആയിട്ട് നിൽക്കലുണ്ട്. അവളുടെ ഒരു കംഫർട്ട് സ്പേസ് ആണ്. ബാക്ക് കണ്ട് തീർക്കുക. എന്നിട്ട് ഫ്രണ്ട് എല്ലാവരും വന്നാ ഓക്കെ ഞാൻ തിരേട്ടാ. മേക്കപ്പ് പോകുന്നു. ചേട്ടാ മുഹൂർത്തത്തിന് സമയമായി. ഇറക്കി കെട്ടിക്കോട്ടെ. ഞാൻ ഫോണേന്റെ ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. നോർമലി അവള് ഹോസ്റ്റലിൽ നിന്നിട്ട് ഇവിടെ വീക്കെൻഡിലാണ് വീട്ടിൽ വരണേ. അവളിപ്പോ കല്യാണം കഴിച്ച് പോയാലും വീക്കെൻഡിൽ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞു. ചേട്ടൻ നല്ല അടിപൊളിയാണ്, ഫ്രണ്ട്ലി ആണ് ഏട്ടൻ. എനിക്ക് നേരത്തെ അറിയായിരുന്നു, പക്ഷെ ഇവര് തമ്മിൽ നേരത്തെ അങ്ങനെ അറിയണ്ടായിരുന്നില്ല. ഇപ്പം ഈ ഇടയ്ക്കാണ് അവരൊന്ന് കണ്ട് സെറ്റായത്. മാളുവിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ മാളു നല്ല ഡാൻസറാണ്. അമ്മളും ജാനിയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തൊട്ട് ഞങ്ങളുടെ ആദ്യത്തെ കുട്ടിയാണ്. ജനിച്ചപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ. കാരണം ഒരു അനീതി എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു സ്പെഷ്യൽ ബോണ്ടിങ് അല്ലേ ഞങ്ങൾക്കുണ്ട് അവളുമായിട്ട്. ഒരു ബേബി സിസ്റ്റർന്ന് ഞങ്ങൾക്ക് ബേബി സിസ്റ്റർന്ന് തന്നെ പറയാം. അതിൽ ഹാഫ് ബേബിയാണ്, ഹാഫ് സിസ്റ്ററാണ്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. അത് ഇപ്പോഴും അവളുടെ കളിയും ചിരിയും കുട്ടിത്തം ഒക്കെ ഉണ്ട്. എന്താ വേറെ പെട്ടെന്ന് അങ്ങനെ ഒരു ഫീലിങ്സ്, അങ്ങനെ ഒരു ബാഡ് ഫീലിങ്സ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ അവളുടെ എല്ലാ കളിക്കും ചിരിക്കും എല്ലാം ഒരു കുറവ് വരുത്താതെ കണ്ണാ നീ കൊണ്ട് നടക്കണം. All the best.
ഓൾ ദി ബെസ്റ്റ് ഡാ. ഇപ്പോഴത്തെ നമ്മൾ അത് ഭയങ്കര ക്ലാസിക് ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോകും. മറ്റേ ചിഞ്ചുറാണി അല്ല, വേറെ നോർമൽ സീൻസ് ആണായിരിക്കും പക്ക. ഇന്നലെ അരമണിക്കൂറിൽ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും എല്ലാവരും നിർത്താറുണ്ട്. ആയതുകൊണ്ട് തന്നെ പല രീതിയിൽ ഒരുങ്ങി കണ്ടിട്ടുണ്ട്. പക്ഷെ അവളിങ്ങനെ ബ്രൈഡായിട്ട് കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷം, കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര ഹാപ്പി, സുന്ദരിയായിട്ടുണ്ട് ഞങ്ങളുടെ മാളും. പിന്നെ അവൾ എത്തിച്ചേർന്നത് കണ്ണൻചേട്ടൻ്റെ കൈകളിലാണ്. അതുകൊണ്ട് അവളെ മാനേജ് ചെയ്യാൻ പറ്റിയ ആളാണ് കണ്ണൻചേട്ടൻ. രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. ആകാശം നിന്നിട്ടെന്നൊരു പൊന്മാനം മേലെ കണ്ടു കനവിൻ കോണിൽ കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ നീരിക്കുള്ള തന്നി പെണ്ണാണേ കാറ്റു കിട്ടിയ മുത്താനെ തേടി കിട്ടിയ പൊന്നാനെ കട്ടെടുത്തൊരു മോഹ സ്വത്താനെ. നിങ്ങളെ പറ്റി പറയട്ടെ ചേട്ടാ. ഞാൻ പറയാം, ഈ ചേട്ടൻ ഞാൻ പറയണതൊക്കെ ഒളിഞ്ഞു കേൾക്കുന്നത്. എനിക്കൊരു മൈക്ക് നിന്നുവിടും, ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് ഓരോ തെറിയും വിളിച്ച് ഓരോന്നൊക്കെ പറയും. ഇതൊക്കെ ആ ചേട്ടൻ കേൾക്കും.